ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് അക്കൗണ്ട് മാനേജറായ അക്ഷയും റൈറ്ററായ നവീനുമാണ്. ഓണത്തിന് നിങ്ങൾ ഒരുപാട് ക്ലയൻസിന് വേണ്ടി ഒരുപാട് ക്യാമ്പയിൻസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇൻജോൺ കേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ അതാണ് ഒരു മേജർ ക്യാമ്പയിൻ വർക്ക് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ബ്രില്ലറിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെറൂൺ കാർട്ട് മേജർ ക്യാമ്പയിൻ ഇറ്റ്സ് ഇൻജോൺ കേക്ക്. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഓണം ഇൻജോൺ കേക്ക്. എത്ര ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്തു ഓണം ക്യാമ്പയിനായിട്ട്? ലിറ്റിൽ ബൈറ്റ്സ്, കുറച്ച് ബ്രില്ലർ, കുറച്ചധികം ഇൻജോൺ കിയ, പിന്നെ ബിസ്മി, അങ്ങനെ എല്ലാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഫേവററ്റ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഔട്ട് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ഇൻറ്റു 2 ഫോൾഡ് അടിപൊളി വന്ന സാധനം ഇഞ്ചിയൊക്കെ നമ്മൾ ചെയ്ത 4 ക്രിയേറ്റീവ്സ് ആയിരുന്നു. അത് വിച്ച് വാസ് റിയലി ഗുഡ് ആൻഡ് വി ഗോട്ട് റിയലി ഗുഡ് ഫീഡ്ബാക്സ് ആസ് വെൽ. ആഡ് ഫിലിംസ് അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും നമുക്ക് കിട്ടുന്ന റീച്ച് ആണെങ്കിലും ഓപ്പർച്യൂണിറ്റിയാണ് വലുതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ന്യൂ ഹോറിസൺസ് ഓപ്പണിംഗ് ഫോർ us. സോ നമുക്ക് ചോദിക്കാം ഡിസൈൻ ഹെഡിനോട്, ഓണം ക്യാമ്പയിൻസിലാണോ തിരക്കിലാണോ? ഡിസൈൻ ടീമിൽ എല്ലാവരും ഇങ്ങനെ എണീക്കാതെ കസേര തന്നെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം? അത് എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിപ്പോ ഓണം വന്നപ്പോൾ ഫുൾ ഓണമാണ്. എല്ലാ സിസ്റ്റത്തിലും മാവേലി തന്നെ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വർക്കായിട്ടുള്ള വർക്ക് എന്താ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആസ് എ ഡിസൈനർ എന്താ? ചെയ്തതിൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിൽവർ സ്റ്റോമിൻ്റെ വർക്കുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അത് വെച്ച് യൂസ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കുറച്ച് സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ എല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കണം. അതും പാരലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ അത് റെഡിയാക്കണം. അതാണ് ഒരു പേഴ്സണലി ഫേവറേറ്റ് സാധനം. ഓൾറെഡി മറ്റേ പറഞ്ഞ സിൽവർ സ്റ്റോമിന്റെ പരിപാടി അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നുള്ള ഒരു പരിപാടിയാണ്. വരുമ്പോ കാണണം ഒരു സിനിമ ലെവൽ സാധനം വരാൻ പോകുന്നു. പോസ്റ്റർ അല്ല, വീഡിയോ. അതിന്റെ കഥ അത് കഥയെന്ന് പറഞ്ഞാൽ കഥയില്ല, ലാസ്റ്റ് കണ്ടാ മതി. കണ്ണ് പറയട്ട് പോന്നെ. മറ്റേ മേളിന്ന് മറ്റേ ഏലിയനൊക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ ഇതിന്റെ ഇല്ലേ വരുന്നില്ലേ? ബിപിൻ കാര്യമായിട്ട് ഓണത്തിന് എന്തോ ചെയ്യുമായിരുന്നു. പൂക്കളം, അതിന്റെ മുകളിൽ സ്പേസ് ഷിപ്പ്. പക്ഷെ ഓണമായിട്ടൊരു ബന്ധമില്ലാത്ത സിറ്റി. എന്താ സംഭവിക്കുന്നത്? എന്താ തങ്ങൾ ഓണമായിട്ട് ബന്ധമില്ലാത്ത ഇത് വാസ്തപ്പൂക്കളല്ലേ ഇത്? അതായത് സ്പേസിൽ നിന്ന് ലിറ്റിൽ ബൈറ്റ്സിലേക്ക് വരുന്ന കുറച്ച് ഏലിയൻസിന്റെ കഥയാണ്. എന്താണ് കഥ? കഥ ഇപ്പൊ പറഞ്ഞ എല്ലാരും കാണുമ്പോ പോകത്തില്ലേ? അത് ഈ മറ്റേ സ്പേസില് ഒരു ഗ്രഹത്തില് കഴിക്കാനോ ദുരിതത്തിൽ ജീവിക്കുന്ന കുറച്ച് ഏലിയൻസ്, അവര് പുതിയൊരു നാട് നോക്കി വരുമ്പോൾ ഭൂമി കാണുന്നു. ഭൂമിയിലെ ലിറ്റിൽ ബൈറ്റ്സ് കാണുന്നു. ലിറ്റിൽ ബൈറ്റ്സ് വരുമ്പോൾ അവർക്ക് കുറെ ഹാമ്പർ കിട്ടുന്നു. അങ്ങനെ അവർ സന്തോഷിക്കുന്നു. അവിടെ പടം കഴിയുന്നു. മാവേലി വരുന്നുണ്ടോ ഈ ഓണത്തിന്? മാവേലി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിലല്ല, സിൽവർ സ്റ്റോമിൽ മാവേലി വരും, ലിറ്റിൽ ബൈറ്റ്സിൽ ഏലിയൻ വരും. അതെ, ഏലിയൻ വരും. എത്ര മനോഹരമായ ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്തത് ചാക്കോളാസും സിൽവർ സ്റ്റോമാണ്. അല്ലെങ്കിൽ ചാക്കോളാസ് നല്ലോണം വർക്കായി. ബിക്കോസ് അത് നമ്മൾ ഈ മറ്റേ ലൈൻ ആർട്ട് ഡ്രോയിങ് ഇല്ലേ, അതൊരു ഇൻസ്റ്റാഗ്രാം ടെംപ്ലേറ്റ് ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ അവർ ഭയങ്കര പെട്ടെന്നാണ് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞത്, അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓണം ക്രിയേറ്റീവ്സ് വേണമെന്ന്. സോ ഐ ഗെസ് പെട്ടെന്ന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ സിൽവർ സ്റ്റോമാണ്. ഇപ്പോൾ നേരത്തെ ദുർഗ പറഞ്ഞ പോലെ ഞങ്ങളൊരു ക്യാമ്പയിനാണ് പ്ലാൻ ചെയ്തത്. അതായത് നമുക്ക് 10 നാളുണ്ടല്ലോ ഓണത്തിന്. അതായത് അപ്പോൾ അത്തത്തിനാണെങ്കിൽ ഇപ്പോൾ അത്തത്തിന് വട്ടത്തിൽ കറങ്ങാം അങ്ങനെ. അപ്പോൾ അങ്ങനെ ഓരോ നാളിനും ഓരോ കോപ്പീസും വെച്ചിട്ട്. സോ ഐ ഗെസ് അപ്പോൾ ഔട്ടും അതിൻ്റെ ഭയങ്കര രസത്തിലാണ് വന്നത്. ഈ 2 വർക്കാണ് ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് ഐ ലവ് ഓൾ ഓഫ് ദം. ഓണത്തിന് ഇപ്രാവശ്യം നമ്മൾ ഒരുമാതിരി എല്ലാ ക്ലയൻസിനും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ക്ലയൻസിനും ഓണം ക്യാമ്പയിൻ പിച്ച് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രമുള്ള ക്ലയൻസ് ആണെങ്കിൽ ഓണം ഓഫേഴ്സ്, ഓണം ലെവറേജ് ചെയ്യുക കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ഇതാണല്ലോ. അപ്പോഴത്തേക്ക് ഇപ്രാവശ്യം നമ്മൾ പല ക്ലയൻസിനും പല അപ്രോച്ച് എടുത്തിട്ടുണ്ട്. ചിലവർക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, യൂഷ്വൽ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പയിൻസ്, മറ്റേ ഓഫർ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത് റൺ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലയൻസിനായിട്ട് ദിസ് ഈസ് വെയർ വി ഡു മോസ്റ്റ് ഓഫ് അവർ എക്സൈറ്റിംഗ് വർക്ക്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ക്യാമ്പയിൻസിൽ നിന്ന് 2-3 അവാർഡ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് മെയിൻലി നമ്മുടെ ഓണം പരിപാടി. ഓക്കെ, HR ഇത്തവണ ഓണത്തിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണ് പ്ലാൻ ചെയ്തത്? HR എന്ന് പറഞ്ഞാൽ ഫയർ ആണടാ. എത്ര പേരെ ഫയർ ചെയ്ത് HR? ഈ വട്ടം ഓണത്തിന് നമ്മൾ അങ്ങനെ ആരെയും ഫയർ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല.
കാരണം ഞങ്ങൾ അങ്ങനെ ഫയർ ചെയ്യുന്നൊരു കമ്പനി അല്ല, ഞങ്ങൾ ഹയർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവിടെ നമ്മൾ ഓണം ആക്ച്വലി ഭയങ്കര നല്ലൊരു ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അല്ല, പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 10 AM to 10 PM വരെയുള്ളൊരു ലോങ് ഫംഗ്ഷനാണ് നമ്മൾ ഓണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്, വിത്ത് സദ്യ, വിത്ത് മറ്റു സാധനത്തിൽ വരുന്ന ഡിന്നർ ആൻഡ് എവറിത്തിങ്. എക്സൈറ്റിംഗ് ആയിട്ട് നല്ല സീസണാണ് ഓണം. അതായത് ഇൻജോൺകെയുടെ നമ്മൾ വീഡിയോ 4 ചെയ്തു, KSRTC ബ്രാൻഡിങ് ചെയ്തു, ഇൻഫ്ലുവൻസേഴ്സ് ഏകദേശം 32 ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തു. ഇപ്പം തിയേറ്റർ ആഡ് ലൈവ് ആക്കാൻ പോവാണ്. ലിറ്റിൽ ബൈറ്റ്സിന് വേണ്ടി നല്ലൊരു ക്യാമ്പയിൻ. എനിക്ക് ആക്ച്വലി അതൊരു ഫൺ ക്യാമ്പയിനാണ്, ഷെയർ ഇട്ട് ഓണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടം. പങ്കിട്ടോണം, ഇംഗ്ലീഷ് വരുമ്പോൾ ഷെയർ ഇട്ടോണം, പങ്കിട്ടോണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഡിസൈനും അതിൻ്റെ കോപ്പി. ഇഞ്ചോണിൻ്റെ കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർ ക്യാമ്പയിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചോണിൽ ഇടിവെട്ടോണം, അതും നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചാക്കോളാസിന് വേണ്ടി നല്ല പോസ്റ്റുകൾ വന്നിട്ടുണ്ട്, ചാക്കോളാസ് പവലിയന് വേണ്ടി. ബ്രില്ലർ ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ആഡ് ഫിലിംസിന് ഒരു ഇപ്രാവശ്യം പ്രോപ്പർ ഒരു ഇൻഫ്ലുവൻസർ ആക്ടിവേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സൂണർ ലേറ്റർ ഔട്ട് ആവും സംഭവം. അതുണ്ട്. മെറോൺ കാർട്ടിന് നല്ലൊരു ഓണത്തിന് നല്ലൊരു കോൺസെപ്റ്റ് കൊടുത്ത് AI വീഡിയോ വെച്ച്, പിന്നെ അത് ഒരു AI ഇൻഫ്ലുവൻസറിനെ വെച്ച് AI വീഡിയോ വെച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. മെമ്മറി ട്രെയിൻ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് ഓണം ബേസ്ഡ് പ്രൊഡക്റ്റ്. ആക്ച്വലി അതിന് നല്ല സെയിൽസും പിക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ ടാർഗറ്റ്സ് ഒക്കെ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ